വന്നിരിക്കുന്നത് ഞങ്ങൾ പിന്നെ കേരളത്തിലെ RJD എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നാലാമത്തെ കക്ഷിയാണ്. നാലാമത്തെ കക്ഷി എന്ന രീതിയിൽ ഒരു പരിഗണനയും ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ലഭിക്കുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. കോഴിക്കോട് ജില്ലയിൽ മാത്രം എടുക്കുകയെന്ന് വെച്ചാൽ CPM കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി LDFൽ ജനതാദൾ RJD ആണ്. RJD എന്ന രാഷ്ട്രീയ കക്ഷി ഒരു 19 മാസം ഒരു വീരേന്ദ്രകുമാറിനെ പുറത്താക്കി നടപടിയെടുത്ത അവസരത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിലേക്ക് മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനുശേഷം പാർട്ടി യോഗങ്ങൾ വിളിച്ചുകൂട്ടി രണ്ടാമതും ഇടതുപക്ഷ മുന്നണിയിലേക്ക് പാലക്കാടിലെ തെരഞ്ഞെടുപ്പും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് UDFൽ നിന്ന് വീണ്ടും LDFലേക്ക് വന്നൊരു കക്ഷിയാണ്. ഒന്നിച്ച് വന്ന കക്ഷിയാണ്. ആരും മാറിയ സാഹചര്യമില്ല. ഒന്നിച്ച് വന്ന കക്ഷിയാണ്. ആ കക്ഷി എന്ന നിലയിൽ ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയാണ്, ഞങ്ങളോട് വീരേന്ദ്രകുമാർ സാറ് പറഞ്ഞത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് നമുക്ക് ലഭ്യമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അതിനൊരു രേഖാമൂലമുള്ള തീരുമാനമൊന്നും CPM ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടില്ല. വിശ്വാസ്യതയാണ് വലുത്. ആ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ 7 സീറ്റ് ലഭിക്കും എന്ന് പാർട്ടിക്ക് സ്റ്റേറ്റിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ചത് INLന് കൊടുക്കുന്ന 3 സീറ്റ്, NCP കൊടുക്കുന്ന 3 സീറ്റ്, ഈ JDSന് കൊടുക്കുന്ന 4 സീറ്റ്, ഞങ്ങളെ 10 ഒരു ഭാഗം പോലും ഇല്ലാത്ത JDSന് 4 സീറ്റും ഞങ്ങൾക്ക് 3 സീറ്റുമായി ഒതുക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായത്. അവർക്ക് പിന്നെ ശ്രേയസ് കുമാറിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, വീരേന്ദ്രകുമാറിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. പാർട്ടിൻ്റെ ശക്തിക്കനുസരിച്ചിട്ട് സീറ്റ് ലഭ്യമായി തന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നണിക്കകത്ത് ഞങ്ങൾ നിന്നു. ഒരു MLAനെ കിട്ടി. ഞങ്ങൾ MLA എന്ന നിലയിൽ ഞങ്ങൾക്കൊരു മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് വിചാരിച്ചു. INLന് മന്ത്രിസ്ഥാനം കൊടുത്തു. എന്തിനു ജനാധിപത്യ കേരള കോൺഗ്രസിന് മന്ത്രിസ്ഥാനം കൊടുത്തു. ഒരൊറ്റ ആളുകളുടെ ഏകയായിട്ടുള്ള കോൺഗ്രസ് എസിന് മന്ത്രിസ്ഥാനം കൊടുത്തു. ഞങ്ങൾക്ക് INL മന്ത്രിസ്ഥാനം കൊടുത്തു. ഞങ്ങൾക്ക് മാത്രം മന്ത്രിസ്ഥാനമില്ല. ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ എത്രയോ പ്രാവശ്യം സംസ്ഥാന കമ്മിറ്റി കൂടി ആവശ്യപ്പെട്ടു മന്ത്രിസ്ഥാനം വേണമെന്ന് പറഞ്ഞു. തിരിഞ്ഞു നോക്കാൻ തയ്യാറില്ല. RJDയെ ഒതുക്കുക എന്നുള്ള ഒരു ലൈനായിരുന്നു CPMൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിനനുസരിച്ച് ഞങ്ങൾ നിന്നു കൊടുക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. കേരളത്തിൽ ഒരുപാട് സ്ഥാനമാനങ്ങൾ വാങ്ങിച്ചെടുത്തു. ആ സ്ഥാനമാനം വാങ്ങിച്ചെടുത്തപ്പോൾ ചെയർമാൻ സ്ഥാനം ഞങ്ങൾക്ക് അപ്രധാനമായി 2 ചെയർമാൻ സ്ഥാനം തന്നു. JDSന് 4 ചെയർമാൻ സ്ഥാനം കൊടുത്തു. 2 ചെയർമാൻ സ്ഥാനം ഞങ്ങൾക്കും JDSന് 4 ചെയർമാൻ സ്ഥാനം. 40ഓളം പോസ്റ്റുകൾ കേരളത്തിൽ വിവിധ വകുപ്പുകളിലെ ബോർഡുകളിൽ JDSന് കൊടുത്തു. ഞങ്ങൾക്ക് കിട്ടിയത് 11 സ്ഥാനങ്ങളാണ്. അവസാനം കിട്ടിയ സ്ഥാനം അടക്കം 10 കിട്ടിയത്, 11 കിട്ടിയത്. ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടും തരുന്നില്ല. അവസാനം ഇപ്പം ഞാനൊരു രക്തസാക്ഷിയാണ്. എന്നുവെച്ചാൽ അവസാനം ഞങ്ങൾക്കൊരു സ്ഥാനം തന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ്. മലബാർ ദേവസ്വം ബോർഡ് JDSന് കൊടുത്തു. ഞങ്ങൾ കഴിഞ്ഞ എത്രയോ പ്രാവശ്യം ആവശ്യപ്പെട്ടു. 9 മാസം മുമ്പേ ആവശ്യപ്പെട്ടു. അവസാനം 6 മാസം മുമ്പ് തീരുമാനമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനം എടുത്തിട്ട് എൻ്റെ AKG സെൻറ്ററിന് എന്നെ വിളിച്ചു ചോദിച്ചു, പറഞ്ഞു ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ താങ്കളെ എടുത്തിരിക്കുന്നു, നിങ്ങളുടെ അഡ്രസ്സ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അഡ്രസ്സ് കൊടുക്കാൻ തയ്യാറായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ നമ്പർ ചോദിച്ചു. ഫോൺ നമ്പർ കൊടുക്കാൻ തയ്യാറായി. ഫോൺ നമ്പറും കൊടുത്തു. 6 മാസമായി പാർട്ടിക്ക് LDF അനുവദിച്ചിട്ടുള്ള ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഒരു മെമ്പർ സ്ഥാനം അത് ഞങ്ങൾക്ക് തന്നിട്ട് 6 മാസമായിട്ട് അത് 13 മന്ത്രിമാർ ഒപ്പിടണം. മുഖ്യമന്ത്രി അടക്കം 12 മന്ത്രിമാർ ഒപ്പിട്ടെന്ന് പറഞ്ഞു. JDS ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞു. JDS ഒപ്പിടേണ്ട ആവശ്യമില്ല. 12 മന്ത്രിമാർ ഒപ്പിട്ടാൽ തരാം. പക്ഷേ JDSൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങളെ അവോയ്ഡ് ചെയ്തു. അപ്പോൾ RJDയെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. RJDക്ക് ഒന്നും കൊടുക്കാണ്ടിരിക്കുക എന്ന ലക്ഷ്യമാണ്. ഇത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്ന 3 സീറ്റ് ഞങ്ങൾക്ക് ആണ് മത്സരിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ അപ്രധാനമായ ഒരു രാഷ്ട്രീയ കക്ഷിയായി 3 സീറ്റും പരാജയപ്പെട്ട് 0 ആയി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പാർട്ടി പോവുകയാണ്. ഇത് കേരളം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. കേരളത്തിൽ ഞാൻ സ്റ്റേറ്റിൻ്റെ ഒരു പഴയ ഭാരവാഹി എന്ന നിലയിൽ കാസർഗോഡ് മുതൽക്ക് തിരുവനന്തപുരം വിളിച്ചപ്പോൾ എല്ലാവരും ഈ മുന്നണിക്കകത്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. കോഴിക്കോട് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് ഞങ്ങൾക്ക് തന്നു. 5 സീറ്റും അവർ പരാജയപ്പെടുത്തി. 5 സീറ്റും പരാജയപ്പെടുത്തിയ കൂടാതെ ഞങ്ങൾക്ക് CPM വോട്ട് ചെയ്തില്ല. ഞങ്ങളെ വോട്ട് മാത്രമേ കിട്ടിയത്. CPM വോട്ട് ചെയ്തില്ല. നടക്കാവിലൊക്കെ CPM 6 വോട്ടിന് ഞങ്ങൾ തോറ്റ സ്ഥലത്ത്
7 തവണ ഞങ്ങൾ LDF-ൽ ഞങ്ങൾ ജയിച്ച സ്ഥലം, UDF-ലായാലും LDF-ലായാലും ഞങ്ങൾ 7 തവണ നടക്കാവിൽ ജയിച്ചപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 6 വോട്ടിന് തോറ്റ സ്ഥലം CPM-ൻ്റെ ഒരു കോട്ട കൂടി ഇതിലേക്ക് വന്നിട്ട്, ആ CPM-ൻ്റെ കോട്ട പോലും ഇതിലേക്ക് വന്നിട്ട് പോലും ഞങ്ങളെ 155 വോട്ടിന് പരാജയപ്പെടുത്തി. അവർ പറയുന്നത് വെച്ചാൽ RJD ഇനി മേലിൽ സീറ്റിന് വേണ്ടി ഇങ്ങോട്ട് വരരുത് എന്നൊരു നിലപാടാണ് അവർ CPM അണികൾ പറയുന്നത്. ഞങ്ങൾ പരാതി കൊടുത്തു, CPM പരാതി കൊടുത്തു, CPM-ൽ അവിടുത്തെ ഘടകം പരാതി കൊടുത്തു, CPM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ പരാതി കൊടുത്തു. ഒരു നടപടിയില്ല. അവരെയും കൊണ്ട് വീട് കയറുകയാണ് മന്ത്രി. ഈ പരാതി പറഞ്ഞ 5 പേരിൽ 3 പേരെയും കൊണ്ട് വീട് കയറുകയാണ് മന്ത്രി. എന്തർത്ഥമുള്ളത്? ഞങ്ങളെ ഒരു നോക്കുകുത്തിയാക്കി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാക്കി മാറ്റുന്ന സ്ഥിതിവിശേഷം കോഴിക്കോട് 1, 2 മണ്ഡലത്തിലെ പ്രധാന ഭാരവാഹികളാണ് നിൽക്കുന്നത്. ഞങ്ങൾ യോഗം കൂടി ഇനി നിൽക്കാൻ പറ്റില്ല. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിനോട് ആവശ്യപ്പെടാൻ പോവുകയാണ്. ഒന്നില്ലെങ്കിൽ മുന്നണി മാറുക, അല്ലെങ്കിൽ ഒറ്റക്ക് മത്സരിക്കുക, അല്ലെങ്കിൽ പ്രധാനമായി ഞങ്ങൾക്ക് 7 സീറ്റ് പണ്ട് വാഗ്ദാനം ചെയ്ത 7 സീറ്റ് തരിക. ഞങ്ങൾക്ക് ഞങ്ങൾ ഈ മുന്നണിയിലേക്ക് വരുമ്പോൾ വാഗ്ദാനം ചെയ്ത 7 സീറ്റ്, വീരേന്ദ്രകുമാറിനോട് വാഗ്ദാനം ചെയ്ത 7 സീറ്റ് ഞങ്ങളെ പറ്റിക്കുക ചെയ്തത്. ആ 7 സീറ്റ് ഞങ്ങൾക്ക് തരിക, അന്തസ്സായി തരിക, മുന്നണി മര്യാദ പാലിക്കുക. 13 സീറ്റ് കേരള കോൺഗ്രസ്സിന്. എവിടെയാണ് അവരുള്ളത്? കേരള കോൺഗ്രസ് മലബാറിലുണ്ടോ? ഇവിടെയും സീറ്റ് ചോദിക്കുകയാണ് അവർ. കോഴിക്കോട് സീറ്റ് ചോദിക്കുകയാണ്, കൊടുക്കും. അവരെ നിലനിർത്താൻ വേണ്ടി ഒരു സീറ്റ് കൊടുക്കും. അവർക്ക് അവരുടെ താല്പര്യം CPM-ൻ്റെ താല്പര്യം മാത്രമേ ഉള്ളൂ. അവർക്ക് അവരുടെ ആൾക്കാർ ജയിച്ച് വരെ, ബാക്കി ആര് തോറ്റാലും പ്രശ്നമില്ല. അത് തന്നെയാണല്ലോ കോഴിക്കോട് കോർപ്പറേഷൻ ഉണ്ടായത്. ഒരു വിചാരിച്ച് അവർ സ്വന്തമായി ജയിച്ച് വരും വിചാരിച്ച്. ഞങ്ങളൊക്കെ തോറ്റാലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി വിചാരിച്ച്. ഞങ്ങൾക്കൊന്നും തരണ്ടല്ലോ. മോയിൻകുട്ടി കഴിഞ്ഞ പ്രാവശ്യം കൗൺസിലിൽ വന്ന് ഒരു ചെയർമാൻ സ്ഥാനം CPIക്ക് കൊടുത്ത്. CPI ആണോ കോഴിക്കോട് ജില്ലയിലെ പാർട്ടി ഇവിടെ ഉള്ളത്? CPIക്ക് ചെയർമാൻ സ്ഥാനം, മോയിൻകുട്ടിക്ക് ചെയർമാൻ സ്ഥാനം ഇല്ല. എന്തർത്ഥമുള്ളത് കോഴിക്കോട് കോർപ്പറേഷനിൽ? കോഴിക്കോട് കോർപ്പറേഷനിൽ CPIക്കാർ വിരലിലുണ്ടാവുന്ന ആൾക്കാരുള്ളത്. ഞങ്ങളിതാ കോഴിക്കോട് നഗരത്തിൽ ഒരു 250 പ്രകടനം ഇപ്പം നടത്തി കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം വാഗ്ദാനം ചെയ്ത 7 സീറ്റുകൾ ലഭ്യമാക്കുക, മുന്നണി വിടുക, മുന്നണിയിൽ നിന്ന് മാറി നിൽക്കുക. മുന്നണി ഈ അവഗണന സഹിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. പാർട്ടി സംസ്ഥാന കമ്മിറ്റി വരാൻ കാത്തിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി ഇനിയും LDF-ൽ നിന്ന് ഈ 3 സീറ്റും 4 സീറ്റായിട്ട് മത്സരിക്കാൻ വെച്ചാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ സാധ്യമല്ല. ഞങ്ങൾ ആ സമയത്ത് നിലപാട് സ്വീകരിക്കും. സംസ്ഥാന കമ്മിറ്റിയിൽ ഉന്നയിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ 2 മണ്ഡലം ഉന്നയിക്കാൻ പോവുക. മേഖലാ ജാഥയിൽ ഞങ്ങളുണ്ട്. അതിൽ പങ്കെടുക്കരുത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മേഖലാ ജാഥയിൽ ഞങ്ങൾ LDF-ൻ്റെ യോഗയിൽ 2 ദിവസം മുമ്പ് 1, 2 മണ്ഡലം ബഹിഷ്കരിച്ചു. ഞങ്ങൾ പങ്കെടുത്തില്ല, ബഹിഷ്കരിച്ചു. ആ ബഹിഷ്കരണം ഞങ്ങൾ കൊടുത്തൊരു പരാതിയുണ്ട്. CPM ഒരു പരാതി കൊടുത്താൽ അന്വേഷിക്കണ്ടേ? ഇത് പഴയ പാർട്ടിയാണിത്. ഞങ്ങൾ പണ്ടൊക്കെ പാർട്ടി ഒരു അന്വേഷണം നടത്തിയ കുറ്റക്കാരെ ശിക്ഷിക്കണ്ടേ? ആ കുറ്റക്കാരെയും കൊണ്ടൊരു വീട് കയറുകയാണ് മന്ത്രി. റിയാസാണ് ഇതിൻ്റെ പിന്നിൽ. റിയാസിനെ പോലെ മന്ത്രിയാണ് ഈ പറയുന്ന ഈ ആൾക്കാരൊക്കെ പോറ്റിയിട്ട് വലിയ ആളാക്കുന്നത്. റിയാസ് എങ്ങനെ വന്നാന്നൊക്കെ നമുക്കറിയാം. റിയാസ് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുമ്പോൾ തോറ്റ ആളാണ്. ഞങ്ങൾ 5 തവണ ജയിച്ച ആൾക്കാരാണ്. LDF സംസ്ഥാന കമ്മിറ്റി തീരുമാനത്തിനെ ആശ്രയിച്ചിരിക്കും ഞങ്ങളുടെ നിലപാട്. നോർത്ത് മണ്ഡലത്തിൽ സഹകരിക്കേണ്ടതെന്നല്ല, ഞങ്ങൾ 2 കൂട്ടരും ഒപ്പിട്ടിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഞങ്ങളുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ആ തീരുമാനം സംസ്ഥാന കമ്മിറ്റി ചെവിക്കൊണ്ട് വീണ്ടും LDF-ൽ തന്നെ ഈ 3 സീറ്റും 4 സീറ്റായി നിൽക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്ക് ഈ അവഗണന സഹിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞങ്ങൾ കൂട്ടായി കൺവെൻഷൻ വിളിച്ച് തീരുമാനിക്കും. ഒന്നുമില്ല, അങ്ങനെ ചർച്ച നടക്കുന്നില്ല. അങ്ങനെ LDF-മായി സംസാരിക്കട്ടെ, സംസ്ഥാന കമ്മിറ്റി കൂടട്ടെ, സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനം ഞാൻ അംഗീകരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി അടക്കം മുന്നണി മാറണമെന്നുള്ള ആവശ്യമൊക്കെ ഉയർന്നു വന്നത്, പക്ഷേ അത് വേണ്ട, മുന്നണി തൽക്കാലം മാറേണ്ടത് തീരുമാനിക്കാമെന്നത്. അതിനുശേഷം അത് സംസ്ഥാന ഭാരവാഹികളാണ് തീരുമാനിച്ചത്, സംസ്ഥാന കമ്മിറ്റിയല്ല. ഭാരവാഹികളുടെ യോഗത്തിൽ 100 സംസ്ഥാന ഭാരവാഹികൾ ഭൂരിപക്ഷം ആൾക്കാരും വിടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന കമ്മിറ്റിക്ക് അധികാരമുള്ളൂ, സംസ്ഥാന കൗൺസിലിനെ അധികാരമുള്ളൂ. സംസ്ഥാന കമ്മിറ്റിയും കൗൺസിലും വിളിക്കേണ്ടി വരും മാറണമെങ്കിൽ.